മാതൃദിനത്തിൽ തലസ്ഥാന നഗരിയെ ഇളക്കിമറിച്ച് ലവ് യു മാം. Are you ready? Are you ready? All right, let's get to welcome here Mr. Sumesh Kutikal. Can we have a big hand for Mr. Sumesh Kumar? A loud round of applause. A big round of applause for Maestro Sumesh Kutikal. Here starting in the lead with the band Tivra in front of you. Are you ready? Check this out right now. ലോക മാതൃദിനത്തോടനുബന്ധിച്ച് മെയ് 11 ഞായറാഴ്ച തിരുവനന്തപുരത്തെ സാംസ്കാരിക ഇടനാഴിയായ മാനവീയം വീതിയിൽ ITV ന്യൂസും വുമൺ എംപവർമെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യയും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ ചെന്നൈയിലെ ആൽഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സംയുക്തമായി നടത്തിയ മാതൃദിനാഘോഷം വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം കൊണ്ടും വൻപിച്ച പൊതുജന പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. 5 മണിക്കൂർ വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ തലസ്ഥാന നഗരനിവാസികൾ കാമ്പുള്ള ശ്രുതിമധുരമായ സംഗീതനിശ ആസ്വദിച്ചും മാതൃദിനാചരണത്തിൽ പങ്കാളികളായി. മാതൃദിനത്തിൽ മക്കൾക്ക് തങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ജീവിതത്തിൽ ലഹരി ഒരിക്കലും ഉപയോഗിക്കില്ല എന്നതാണ് എന്ന സന്ദേശം യുവതലമുറയിൽ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ലവ് യു മാം എന്ന പരിപാടി ആവിഷ്കരിച്ചത്. തലസ്ഥാന നഗരിയിലെ പ്രമുഖ സാംസ്കാരിക കൂട്ടായ്മയായ വയലാർ രാമവർമ്മ സാംസ്കാരിക കൂട്ടായ്മയിലെ ഗായകർ ഭാരതാംബയെ സ്മരിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ചടങ്ങുകൾക്ക് സ്വാഗതം ആശംസിക്കുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. പ്രമുഖ നൃത്താധ്യാപികയും മോഹിനിയാട്ടം എന്ന കലാരൂപത്തിന് വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുമുള്ള ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ ഇടം നേടിയിട്ടുള്ള കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപക കൂടിയായ കലാമണ്ഡലം വിമല മേനോനായിരുന്നു ചടങ്ങിന്റെ അധ്യക്ഷ. ഒരു അമ്മ എന്ന ലെവലിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ദുഃഖം വരത്തക്ക വിധത്തിൽ ഈ ഏജ് വരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ അയലോക്കത്തും മറ്റുള്ള ദിക്കുകളിൽ നിന്നും ഈ ലഹരിയുടെ ഒരു വർഷം നടക്കണു എന്നറിയുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അത് കേവലം പേരൻസിൻ്റെ തകരാറ് തന്നെയാണ്. അതായത് അവർക്ക് പണ്ടത്തെ മാതിരി ഉദ്യോഗം എല്ലാവർക്കും ഉദ്യോഗമുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇതിനെ കുട്ടികളെ നോക്കാനോ അവർക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷീണം മാറാനോ അതിനെ നേരമുള്ളൂ. അവരുടെ ഒരു നല്ലതിനും ചീത്തയ്ക്കും, അല്ലെങ്കിൽ എന്താണ് ലേറ്റായിട്ട് കോളേജിൽ നിന്ന് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് കോളേജിൽ പോയില്ല എന്ന് അന്വേഷിക്കാനുള്ളൊരു സാമാന്യ മര്യാദ ഇപ്പോൾ ഫാമിലി കുടുംബത്തെ കാണുന്നില്ല. കൂട്ടത്തിൽ മെയിൻ ഈ ഫോണാണ്. തൻ്റെ സർവീസ് ജീവിതത്തിലുടനീളം ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ മാതാപിതാക്കളുടെ അറിവിലേക്കായി ലഹരിയുടെ അപകട സാധ്യതകൾ വെളിവാക്കുന്ന വൈകും മുമ്പേ എന്ന പുസ്തകത്തിൻ്റെ കൂടി രചയിതാവായ ഋഷിരാജ് സിംഗ് IPS ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നൽകിയ ആ സന്ദേശം മാതാപിതാക്കളുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. 5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് ഈ ലഹരി വസ്തുക്കൾ കഴിക്കുന്നു അത് നോക്കിയിട്ട് കാര്യമില്ല. ആ വിഷയത്തിലേക്ക് കിടന്നാൽ പിന്നെ 1 മണിക്കൂർ അതിനു വേണ്ടി സംസാരിക്കേണ്ടി വരും. നമ്മൾ കിട്ടിയ ചെറിയ സമയത്തിൽ സംസാരിക്കാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പാരൻസ് വേണ്ടി പറയുന്നു. നമ്പർ 1, ലഹരി വസ്തുവിൻ്റെ ഉപയോഗം താങ്കളുടെ കുട്ടി കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് 5 സ്റ്റേജ് ഉണ്ട്. 1ാമത്തെ സ്റ്റേജ് കുട്ടി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ട് ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ, ചിലപ്പോൾ ഒരു സ്കൂൾ ടൂറിൽ, ഇവിടേക്കാണ് ഈ കുട്ടികൾ ഇത് ആദ്യമായിട്ട് കഴിക്കാൻ തുടങ്ങുക. That is the stage number 1.
സ്റ്റേജ് നമ്പർ 2, ആ സ്വാദം ജീവിതത്തിൽ അതിനു മുമ്പ് കഴിക്കാത്ത ആ കുട്ടി കഴിക്കുമ്പോൾ സ്വാദം കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. നമ്പർ 3, എല്ലാ ദിവസവും വേണം. നമ്പർ 4, കിട്ടിയില്ലെങ്കിൽ വെപ്രാളം, വിഡ്രോവൽ സിംറ്റം. അമ്മയെ തല്ലാതെ വരുന്നു, അമ്മ പൈസ തന്നില്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നു, ഉറച്ച സ്വരത്തിൽ സംസാരിക്കുന്നു. ഇത് 4ാമത്തെ സ്റ്റേജിൽ കുട്ടി വന്നു കഴിഞ്ഞു. സ്റ്റേജ് നമ്പർ 5, ഈ കുട്ടിയെ കൗൺസിലറുടെ അടുത്തോ ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയില്ലെങ്കിൽ ആ കുട്ടി അതിനെ എടിമ ആയിപ്പോവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ടു ലേറ്റ്. ഒരു ജീവിതം ചിലപ്പോൾ നശിച്ചു പോകും. എനിക്ക് പേരൻസിനോട് പറയാറുള്ളത്, ആദ്യത്തെ 2 സ്റ്റേജിൽ താങ്കൾക്ക് എങ്ങനെയെങ്കിലും കുട്ടിയുടെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആക്ട് ചെയ്യണം. അത് പിന്നെ നമ്മൾ അത് ഒരു ജോലി ചെയ്യുകയാണെങ്കിലും അമ്മ അച്ഛനോ ലീവോ ഒക്കെ എടുത്തിട്ട് കുട്ടിയെ ഒരു കൗൺസിലറോ ഇല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ ഇല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്ത് കിടത്തി ചികിത്സ തേടിയാൽ മാത്രമേ കുട്ടി നോർമലായിട്ട് തിരിച്ചു വരുള്ളൂ. മാതൃദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകിയത് ശ്രീമതി മെറിൻ ജോസഫ് IPS ആണ്. പോലീസ് സേനയിൽ പല സുപ്രധാന ചുമതലകളും വഹിക്കുന്ന മെറിൻ ജോസഫ് IPS ഒരു അമ്മയായ ശേഷം കുട്ടികൾ ഉൾപ്പെടുന്ന ലഹരി കേസുകളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്ന് അമ്മമാരോട് പങ്കുവെച്ചത് കാണുക. ഞാനൊരു 3.5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പേരൻ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ഈ ഡ്രഗ്സിൻ്റെ ഭീഷണി വളരെ റിയൽ ആയിട്ട് തോന്നി തുടങ്ങിയത്. ഇപ്പം എൻ്റെ മോനെ എങ്ങനെ വളർത്തണം, ഡ്രഗ്സിൻ്റെ അടിമയാകാതെ എങ്ങനെ കറക്റ്റ് പാത്തിൽ കൂടെ ഗൈഡ് ചെയ്ത് റേസ് ചെയ്യണമെന്നുള്ള ഒരു വലിയൊരു ചാലഞ്ച് എൻ്റെ മുമ്പിലുണ്ട്. ആസ് എ പോലീസ് ഓഫീസർ ഞാൻ കൊല്ലത്ത് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ NDPS കേസിൽ പ്രതികളായിട്ട് പിടിക്കുന്ന പ്രതികൾ അവരുടെ ആവറേജ് ഏജ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 18 to 25. വളരെ ഒരു ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സാണ് NDPS കേസിൽ ഓൾമോസ്റ്റ് 98% NDPS കേസസിൽ പ്രതികളായിട്ട് വരുന്നത്. വളരെ റെയറായിട്ടായിരുന്നു ഞാൻ 30 വയസ്സ് ക്രോസ് ചെയ്ത ഒരാളെ ഒരു പ്രതിയായിട്ട് കാണുന്നത്. ഈവൻ ആസ് സപ്ലയേഴ്സായിട്ട് പോലും 20s യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ദിസ് റിവീൽസ് എ വെരി ഡിസ്റ്റർബിങ് ട്രെൻഡ്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭീഷണി ഇത് എല്ലാ കുടുംബവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നല്ല ഫാമിലീസിൽ നിന്ന് വരുന്നത്, വി കം ഫ്രം ഗുഡ് ഫാമിലീസ്, റെസ്പെക്റ്റബിൾ ഫാമിലീസ്, എഡ്യൂക്കേറ്റഡ് ഫാമിലീസ്. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ ഒരിക്കലും ഇങ്ങനെ ഒരു വഴി ചൂസ് ചെയ്യത്തില്ലെന്ന് നമ്മൾ ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ഞാൻ കൊല്ലത്തായിരുന്നപ്പോൾ ഞാനൊരു കേസ് കണ്ടിട്ടുണ്ട്. അച്ഛൻ എൻജിനീയറായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയും 2 മക്കളുമായിരുന്നു നാട്ടിലുള്ളത്. അച്ഛൻ അയച്ചു തരുന്ന പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ മോൻ മേടിച്ച് വളരെ വൈഡ് സ്പ്രെഡായിട്ട് ഒത്തിരി നാളായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്ത് അവസാനം നമ്മുടെ ഒരു NDPS കേസിൽ ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിലെ പ്രതിയായി. അപ്പോൾ അതെന്നെ ഉള്ളുവരെ ഷോക്ക് ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ മോനെ നമ്മൾ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അമ്മ ഇങ്ങനെ ഒരു മോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്ന് അമ്മ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ പല പോലീസ് ഓഫീസേഴ്സും ഈ കേസ് എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്തൊരു അമ്മയാണ്. ഇപ്പം മോൻ ഇത്രയും വലിയൊരു ഡ്രഗ് നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം ഈ അമ്മ ഇത്രയും കാലമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പം ഇതിനു മുമ്പ് സംസാരിച്ച സാറ് പറഞ്ഞ പോലെയും അതുപോലെ ഇതിന് മുമ്പ് സംസാരിച്ച മാഡം പറഞ്ഞ പോലെ പേരൻറ്റിങ് ടുഡേ ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് വാസ് ഏർലിയർ. ലവ് യു മാം മാതൃദിനാചരണത്തിന് ആശംസയുമായി എത്തിയത് പ്രമുഖ നർത്തകിയും സിനിമാ താരവുമായ ശ്രീമതി ബിന്ദുജ മേനോനാണ്. അമ്മയായ കലാമണ്ഡലം വിമല മേനോനുമൊത്താണ് മാതൃദിന ആചരണത്തിന് എത്തിയത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അമ്മയോടുള്ള ആ സ്നേഹം ബിന്ദുജ മേനോൻ വേദിയിൽ വെച്ച് തന്നെ പ്രകടിപ്പിച്ചു. അമ്മ ഐ ലവ് യു അമ്മ. സാധാരണ നമുക്കിതൊന്നും അങ്ങനെ വീട്ടിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാറില്ലല്ലോ. അപ്പോൾ ഒരു പൊതു സദസ്സിലാകുമ്പോൾ അമ്മയുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള അടിയും കിട്ടില്ല, സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു ചിരിയും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയെന്ന് അമ്മ ഐ ലവ് യു എന്ന് പറയാൻ കാര്യം.
സാറ് സംസാരിച്ചതുപോലെയോ മെറിൻ സംസാരിച്ചതുപോലെയോ ഡ്രഗ്സിനെ കുറിച്ചൊന്നും എനിക്ക് അധികം സംസാരിക്കാൻ അറിയില്ല. ഒരു സാധാരണ അമ്മയാണ് ഞാൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ സമാധാനപൂർവ്വം കുട്ടികളുടെ ഒരു ജയം അല്ലെങ്കിൽ വിജയം മുന്നിൽ കണ്ട് മുന്നോട്ട് നടക്കണമെന്ന് അതിയായ ആശിക്കുന്ന അച്ഛനമ്മമാർ പോലെ തന്നെയാണ്. അങ്ങനെ ഒരു ചെറിയ കുടുംബം തന്നെയാണ് എൻ്റെ. അമ്മ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പരിസരങ്ങളിലോ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട്, ഇത് നിലവിലില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്തൊക്കെ കേസുകളാണ് വല്ലവരുടെയും വീട്ടിൽ നടക്കുമ്പോൾ പോലും നമ്മുടെ നെഞ്ച് കത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് വല്ലവരുടെയും വീടല്ല. ഭാവിയിൽ ചിലപ്പോൾ നമ്മുടെ വീടുകളിലും സംഭവിക്കരുത്, പക്ഷെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. തലസ്ഥാന നഗരിയിലെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡി അഡിക്ഷൻ സെന്റർ അടക്കമുള്ള SK ഹോസ്പിറ്റലിലെ ചീഫ് പീഡിയാട്രീഷ്യൻ കൂടിയായ ഡോക്ടർ മീനാകൃഷ്ണൻ ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം കാണുക. അമ്മ ഡെയിലി കുട്ടിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവരുടെ മുഖത്തുള്ള ഭാവവ്യത്യാസവും സന്തോഷവും സങ്കടവും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ബിഹേവിയറൽ ചേഞ്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ കുട്ടിയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാലേ സാധിക്കൂ. അത് എങ്ങനെ? ഏതായാലും എല്ലാവരും ആഹാരം കഴിക്കേണ്ടേ ദിവസവും. അതുകൊണ്ട് ഒരു നേരമെങ്കിലും കുട്ടിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ടുള്ള സമയം നമ്മൾ അമ്മമാർ കണ്ടെത്തണം. ഇനി ഡെയിലി ബേസിസ് പറ്റിയില്ല എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും TV അണച്ച് മൊബൈലും ഓഫ് ചെയ്ത് നമ്മളുടെ ഫാമിലിയായിട്ട് ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം. ആ സമയത്ത് നമ്മൾ ജഡ്ജ്മെൻ്റലാകണ്ട, കുറ്റം കണ്ടുപിടിക്കാനോ ദേഷ്യപ്പെടാനോ അല്ല. അവരുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 1 മണിക്കൂർ സമാധാനമായിട്ട്, അവിടെ കുറ്റം കണ്ടുപിടിക്കൽ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല. കുട്ടിക്ക് പറയാനുള്ളത് അപ്പോഴേ അവർ പറയുകയുള്ളൂ. കൗമാരപ്രായം പ്രത്യേകിച്ചും ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ, മാനസിക മാറ്റങ്ങൾ ഉള്ളൊരു സമയമാണ്. അത് പല കുട്ടികൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമായിരിക്കും. ഈ കൂട്ടുകാരുടെ അംഗീകാരവും സ്നേഹവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷാദത്തിലോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൗമാരം. ആ സമയത്താണ് ഈ ആർട്ടിഫിഷ്യൽ സന്തോഷത്തിനുള്ള ഡ്രഗ്സും അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ സങ്കടങ്ങൾ ഒന്ന് കേട്ടാൽ മതി. അതിന് പരിഹാരം നമ്മൾ പറയണ്ട. അവരോട് ഉൾക്കൊള്ളാനും പോകുന്നില്ല കൗമാരക്കാർ. പക്ഷേ കേൾക്കാനുള്ളൊരു സമാധാനമായിട്ട് കേൾക്കാനായിട്ടുള്ളൊരു സമയം അമ്മമാർ കണ്ടെത്തണം. സ്ത്രീ ശാക്തീകരണത്തിനായി കർമ്മനിരതയായ WHA ചെയർപേഴ്സൺ ഡോക്ടർ വിജയലക്ഷ്മി സദസ്സിനെ അഭിസംബോധന ചെയ്തത് കാണുക. എക്സൈസ് കമ്മീഷണറായിരുന്ന അനന്തകൃഷ്ണൻ എന്നോട് സംസാരിച്ചപ്പം പറയുമായിരുന്നു, 6 വയസ്സുള്ള കുഞ്ഞ് ഡ്രഗ് ക്യാരിയറാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഡ്രഗ് ക്യാരിയറായിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിപ്പോയി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് സ്കൂളിൽ പോകുമ്പം ഒരു 5 മിഠായി ആ കുട്ടിയുടെ കൊടുത്തു വിടുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ തുടങ്ങുന്നു നമ്മുടെ ഡ്രഗ് അഡിക്ഷൻ്റെ ചരിത്രം. അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഡ്രഗ് യൂസേഴ്സായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും അതിൻ്റെ ഒരു തീവ്രത എത്രയാണെന്ന്. 6 വയസ്സിൽ ക്യാരിയറാകുന്നു, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നമ്മൾ ഡ്രഗ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാമിലിയിൽ ഒരു ഓപ്പൺനെസ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ജോലി സൗകര്യത്തിന് വേണ്ടി നമ്മൾ മൊബൈലൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാർ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അതിൽ നിന്ന് നമുക്കൊരിക്കലും ഈ ഡ്രഗിൻ്റെ അതിപ്രസരം, നമ്മുടെ റോളിനെ കുറിച്ച് അതിൽ നിന്ന് നമുക്ക് മാറി നിന്ന് ചിന്തിക്കാൻ സാധിക്കത്തില്ല. എത്ര അമ്മമാർ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ SK ഹോസ്പിറ്റൽ ഡോക്ടർ വളരെ നന്നായിട്ട് പറഞ്ഞു, നമ്മൾ സമയം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുകയും അവർക്ക് വേണ്ടി സമയം ചെലവാക്കുകയും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം, അവരിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും അവരുമായിട്ട് ഓപ്പണായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കാലം വരികയാണെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് ഈ അതിപ്രസരം ഡ്രഗ് എന്നുള്ള ഒരു സോഷ്യൽ വിപത്ത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. എൻലൈറ്റ് സെന്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ സ്ഥാപകയും പ്രശസ്ത സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ വാണി ദേവി അമ്മമാരെ അഭിസംബോധന ചെയ്തത് കാണുക. സാധാരണ എങ്ങനെയാണ് ഡ്രഗ്സിലേക്ക് അല്ലെങ്കിൽ ലഹരി അടിമത്തത്തിലേക്ക്, ലഹരി മാത്രമല്ല എന്ത് കാര്യവും അമിതമായാൽ അത് അഡിക്ഷനാണ്.
നമ്മുടെ സാധാരണ ജീവിതത്തിനെ ബാധിക്കുന്ന വിധത്തിൽ ഏത് കാര്യവും അമിതമായാൽ അഡിക്ഷനാണ്. ആ അഡിക്ഷനിലേക്ക് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ എന്നുള്ളതാണ്. അതിന് ഉതകുന്ന തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ടൂൾസും പിയർ പ്രഷർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഡ്രഗ്സിനെ വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പല കുഞ്ഞുങ്ങളുടെയും കൗൺസിലിംഗ് സെഷൻസിൽ പലപ്പോഴും കുട്ടികൾ പറയുന്നത് ചില ഫോട്ടോഗ്രാഫ്സ്, ചില വീഡിയോസ്, ചില സിനിമയിൽ എങ്ങനെയാണ് ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ ഞാൻ ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ല എന്നുള്ള നിലയിലേക്ക് പോകുന്നത് എന്നുള്ളതിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് എന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ചുറ്റുമുള്ള ഒരാൾക്കും അറിയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് എന്താണ് എൻ്റെ മൊബൈലിൽ നോക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ആർക്കും അറിയില്ല. മാഡം IPS മാഡം നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതെ ഇനി നമ്മുടെ മുമ്പോട്ടുള്ളൊരു ജീവിതം ടെക്നോളജി ഇല്ലാതെ പോകാൻ പറ്റില്ല. ടെക്നോളജി വേണം. പക്ഷേ ഈ ടെക്നോളജി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും അതിനകത്ത് ഫാമിലി കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഇട്ടുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണം. മൊബൈലിൻ്റെ അമിതമായ യൂസേജും ഒരു ലഹരിയാണ്. എന്തുകൊണ്ട് അവരത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നമുക്കത് നിർത്താനുള്ള ഓപ്ഷനും ഉണ്ടാവാൻ പറ്റും. ന്യൂറോളജിക്കലി ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യത്തിന് അടിമയാകുന്നത് ആ കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ്. ഈ സന്തോഷം മറ്റ് കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ, അവനവൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്കിതിലേക്ക് പോകുന്നതിനെ കുറയ്ക്കാൻ പറ്റും. സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാൾ, ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ അറിയുന്ന ഒരാൾ, നല്ല കോപ്പിംഗ് സ്ട്രാറ്റജി ഉള്ള ഒരു വ്യക്തി ഒരിക്കലും കോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അഡിക്ഷൻസിലേക്ക് പോകില്ല. അതുപോലെ തന്നെയാണ് അഡിക്ഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഒരു പിയർ പ്രഷർ കിട്ടുമ്പോൾ ആ പിയർ പ്രഷറിനോട് നോ പറയാൻ കുഞ്ഞുങ്ങൾ പഠിക്കും. ഇതൊക്കെ കുട്ടികൾ പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മോഡൽസ് ആയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. തുടർന്ന് മറ്റൊരു സുപ്രധാന ചടങ്ങിനാണ് സദസ് സാക്ഷ്യം വഹിച്ചത്. മാതൃദിനത്തിൽ ITV ന്യൂസ് ഒരു വാർത്ത നൽകിയത് പ്രേക്ഷകർ ഓർക്കുമല്ലോ. സെറിബ്രൽ പാൾസി ബാധിച്ച മേധസ് കൃഷ്ണ എന്ന മകനെ സാഹിത്യകാരനാക്കി മാറ്റിയ ഒരമ്മയുടെ വാർത്ത. ആ അമ്മയെയും മകനെയും ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി. അമ്മ ശ്രീമതി രശ്മി ടീച്ചറെയും മേധസ് കൃഷ്ണ എന്ന അയ്യപ്പൻ അടൂരിനെയും ആദരിച്ച ആ ചടങ്ങൊന്ന് നമുക്ക് കാണാം. ശ്രീമതി മെറിൻ ജോസഫ് IPSഉം ബിന്ദുജ മേനോനുമാണ് ആ കർമ്മം നിർവഹിച്ചത്. ചടങ്ങിന്റെ പ്രസക്ത ഭാഗം കണ്ട് നമുക്ക് തിരികെ വരാം. തുടർന്ന് 3 മണിക്കൂർ തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച, വിരലുകൾ കൊണ്ട് കീബോർഡിൽ വിസ്മയങ്ങൾ തീർക്കുന്ന അനുഗ്രഹീത കലാകാരൻ സുമേഷ് കൂട്ടിക്കലിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര മ്യൂസിക് ബാൻഡിന്റെ തകർപ്പൻ പ്രകടനമായിരുന്നു. മലയാളികളുടെ മനസ്സിൽ വസന്തം വിരിയിക്കുന്ന മെലഡികളും നാടൻ പാട്ടിന്റെ ശീലകളും റാപ്പുമെല്ലാം ഉൾപ്പെടുത്തി അവതരിപ്പിച്ച തീവ്ര ബാൻഡിന്റെ പെർഫോമൻസ് തലസ്ഥാന നഗരിയിലെ സംഗീത ആസ്വാദകർ ശരിക്കും ആസ്വദിച്ചു. Little bit I don't think I miss this well. Just to say, everybody come from Bangalore. I have come here to lovely mom. What I say, love you, mom. Don't I miss this lovely night. Is young guns and a beat, but say,
come like a dance on a beat. Well, this is a GM2I, yeah. Rock it, dance on a beat. When this, I come like don't in a miss this, yeah. A lovely mom love you, so come and what they say, hey. Put your hands up, but I say a night is young at 3. Van from Wata from Bangalore. Come like I say, just don't in a miss. A lovely time I ate, just put your hands up in the air for me. This is lovely style, where what they say. You will never get it again this way. This is what I just said to say what that is. Oh, Sumesh are playing like a beat for me. This is what this a lovely night young. Don't in a miss with the music what I say in a lovely city to Ram. Come what I say, what I want this now. A lovely, lovely style, what I want they say. With the maestro, I'm singing in the new style. Everybody put your hands up in the air, 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 air. Mr. Bombastic, tell me fantastic. Cut me on a pop, she said, Mr. O. Mr. Bombastic, tell me fantastic. Cut me on a scissor, Mr. O. Come, I don't come, I just wait, what this I say. Everybody come from here now this. A team I do, I bringing a life. For you lovely, a time done a miss. Dance and a beat when I come back at it. Listen to me what this, don't in a miss. A lovely city to Ram, what I say. Rap style with you from Bangalore, yeah. Don't in a miss with what this I say. Everybody come just a don't in a now. Run come a beat like a little one. This is the one, just rum. Hey, bus. I've got more pressure. But that was Love You Mom, where it was dedicated. This song on spot. No writing, nothing. On spot for all the lovely mom of Trivandrum. Let's continue with the maestro. Here the night is young, ladies and gentlemen. Brought to you by Alpha Group of Institution, Chennai, in association with I2I News. കാണികളുടെ മനം നിറയ്ക്കുന്ന പ്രകടനം കാഴ്ചവെച്ച സുമേഷ് കൂട്ടിക്കലിന് മുൻ സോയിൽ കൺസർവേഷൻ ജോയിന്റ് ഡയറക്ടർ സണ്ണി തോമസ് പൊന്നാട നൽകി ആദരിച്ചു. അതിർത്തിയിൽ ഇമപെട്ടാതെ മാതൃരാജ്യത്തിന്റെ മാനം കാക്കുന്ന ധീരസൈനികർക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് കൃത്യം 10 മണിക്ക് സംഗീത സന്ധ്യ അവസാനിച്ചു. ലവ് യു മം ചടങ്ങിന്റെ അവതാരകർ പ്രമുഖ റാപ്പർ അവിനാശും I2 ന്യൂസിന്റെ പൊളിറ്റിക്കൽ എഡിറ്റർ S ഗോപകുമാറുമായിരുന്നു. പൊതുജനങ്ങൾക്ക് സമാധാനപരമായി പരിപാടി ആസ്വദിക്കുവാൻ വളരെ കൃത്യതയോടെ അർപ്പണമനുഭവത്തോടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഓഫീസർമാരാണ്. അദ്ദേഹത്തിനും പ്രത്യേകിച്ച് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവേർട്ട് കീലർ, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് IPS എന്നിവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ലവ് യു മോം മാതൃദിനാചരണ പരിപാടിയുടെ പൂർണ്ണരൂപം I2 ന്യൂസ് എന്റർടൈൻമെന്റ് ചാനലിൽ കാണാവുന്നതാണ്. മാതൃദിന സന്ദേശങ്ങളുടെ പൂർണ്ണരൂപം I2 ന്യൂസിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീമതി സുജ ജോർജ് സാരഥ്യം വഹിക്കുന്ന ചെന്നൈയിലെ ആൽഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഖ്യപ്രായോജകരായ ലവ് യു മോം ഇവന്റിന്റെ ഹോസ്പിറ്റാലിറ്റി പാർട്ണർ തലസ്ഥാനത്തെ പ്രമുഖ ടെർഷറി കെയർ ഹോസ്പിറ്റലായ SK ഹോസ്പിറ്റലും ഹോസ്പിറ്റാലിറ്റി പാർട്ണർ ജവഹർ നഗറിലെ ഒലിവ് റെസ്റ്റോറന്റും സഹപ്രായോജകർ കോട്ടയത്തെ പ്രമുഖ ഹോം സ്റ്റേ സംരംഭമായ ഹെറിറ്റേജ് ഹോം സ്റ്റേ, തലസ്ഥാനത്തെ പ്രമുഖ ട്രാവൽ ഗ്രൂപ്പായ ടെക്സാസ് ടൂർസ് ആൻഡ് ട്രാവൽസും ആയിരുന്നു. ഇവന്റിന്റെ ആവിഷ്കാരം ടീം I2യുടെ ഇവന്റ് ഡിവിഷനായിരുന്നു. ലവ് യു മോം മാതൃദിനാചരണ പരിപാടി ഒരു അവിസ്മരണീയ ദിനമാക്കി മാറ്റുവാൻ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി I2 ന്യൂസ് നാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ രാവും പകലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഞങ്ങളുടെ അഭ്യുതകാംക്ഷികളോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി ലവ് യു മോം പരിപാടിയുടെ മുഖ്യപ്രായോജകരായ ആൽഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെന്നൈയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. Alpha Group of Institutions. Chennai is the most sought after knowledge city in South India, with a team of excellent faculty and state-of-the-art infrastructure. Alpha Group of Institution maintains high standards in a well-disciplined ambience to mold students who are industry-ready professionals. Imparting value-based education, Alpha Group of Institution is committed in nurturing well-rounded individuals. This is reflected in the fact that Alpha's alumni proudly serve in prestigious civil services roles and leadership roles in various MNCs and various other fronts. Alpha Group of Institutions offers the full spectrum of programs from preschool through BTech, BE, MBA and various postgraduate courses. The school curricula cater to state, national and international syllabi. Founded in 1967 at Chennai with a vision to provide education that meets global standards,
inspiring and fostering innovation, creativity, and a lifelong love for learning. The Alpha Group of institutions has today emerged as a center for excellence and education. When Alpha Group of institutions nears 6 decades since its inception, we are grateful to our founder, the late visionary Sri M.G. Thomas, and the late Sri N. George, who has been the supportive force behind him. We also pay tribute to the late Dr. Mrs. Grace George, the key architect in Alpha's growth, whose visionary leadership and commitment to excellence transformed Alpha into a trusted name in education. Her legacy continues to inspire the institution's journey in education. With Mrs. Suja George at its helm as Vice Chairperson, Alpha remains committed to innovation and holistic education. On the Mother's Day, Alpha Group of institutions pays rich tributes to all other mothers who are responsible for fostering healthy and responsible generation. For more details and admissions, contact Alpha Group of Institutions, number 30, Tandalam Road, Alpha Nagar, Chettiar Agaram Road, Porur, Chennai. Mobile 8939999442. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.